നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ഓരോ വർഷവും ഈ ദിനത്തിന് ഒരു പ്രത്യേക വിഷയവും ഉണ്ടാകാറുണ്ട്. ഇത്തവണത്തെ വിഷയം ലെറ്റസ് ടോക്ക് ഡിപ്രഷൻ എന്നാണ്. നമുക്ക് വിഷാദത്തെക്കുറിച്ചും വിഷാദ രോഗത്തെക്കുറിച്ചും സംസാരിക്കാം. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ എൽസി ഉമ്മൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മൾ പൊതുവെ സംസാരിക്കാൻ മടിക്കുന്ന ഒരു വിഷയമാണ് വിഷാദവും വിഷാദ രോഗവും എല്ലാം, അല്ലേ? നമുക്ക് തുടക്കം ഈ ദിനം ഇങ്ങനെ ആചരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഇത്തവണത്തെ വിഷയത്തിൻ്റെ പ്രാധാന്യവും കൂടെ പറഞ്ഞു തുടങ്ങാം. എല്ലാ വർഷവും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ദിനമായിട്ട് ആചരിക്കുന്നതാണ് ലോകാരോഗ്യ ദിനം. അപ്പോൾ ആ സമകാലീന പ്രശ്നം എന്താണോ, ഏറ്റവും കൂടുതൽ ലോകത്തെ അല്ലെങ്കിൽ ലോക ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്താണോ ആ വിഷയമാണ് സാധാരണഗതിയിൽ അതിൻ്റെ തീമായിട്ട് എടുക്കാറ്. അപ്പം ഈ വർഷം എടുത്തിരിക്കുന്നത് വിഷാദം, ഡിപ്രഷൻ, ലെറ്റ്സ് ടോക്ക് എന്നതിനെക്കുറിച്ചാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത് ആഗോള ലെവലിൽ തന്നെ ഡിപ്രഷൻ്റെ അഥവാ വിഷാദ രോഗത്തിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കൊരു അവയർനെസ് ആവശ്യമാണ്. അത് കണ്ടുപിടിക്കേണ്ടത് എത്രയും നേരത്തെ കണ്ടുപിടിക്കാമോ അത്രയും നേരത്തെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് എന്നെ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ആഗോളതലത്തിലുള്ള പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ അത്ര വലിയ പ്രശ്നമായി മാറാറില്ല. അതെ. ഈ ഡിപ്രഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണത്? ഡിപ്രഷൻ്റെ കാര്യത്തിലും റീസൺസ്, അതായത് ഡിപ്രഷൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അതായത് നമ്മൾ പൊതുവേ പറയുന്നത് സമ്മർദ്ദം കൂടുമ്പോഴാണ് ഡിപ്രഷൻ്റെ അളവ് കൂടുന്നത്. അപ്പം എല്ലാ ഇടങ്ങളിലും സമ്മർദ്ദത്തിൻ്റെ അളവ്, സ്ട്രെസ്സിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതനുസരിച്ചിട്ട് ഡിപ്രഷൻ്റെ ആ റേറ്റും കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, മറ്റ് കാരണങ്ങളും കൂടിയുണ്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നതിന്. ഡോക്ടർ, ഇപ്പോൾ വിഷാദം സാധാരണയായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ മറ്റു വികാരങ്ങൾ പോലെ തന്നെ വളരെ സാധാരണമായ ഒരു വികാരമാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആരെങ്കിലും ബന്ധു മരിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വലിയ ഒരു ആഘാതമുണ്ടാക്കുന്ന പ്രശ്നമുണ്ടായാൽ നമ്മളെല്ലാം സങ്കടപ്പെടും. എന്നാൽ ഈ വിഷാദം, ഇത് വിഷാദ രോഗാവസ്ഥ എത്തിയെന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയാറില്ല. എങ്ങനെയാണ് ഈ ഒരു ഡിഫറൻസ് തിരിച്ചറിയുക? ഓക്കെ, വിഷാദ രോഗം അല്ലെങ്കിൽ ഇപ്പം സങ്കടം വരിക, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരിക, ദേഷ്യം വരിക, ഇതെല്ലാം നോർമലായിട്ടുള്ള വികാരങ്ങളാണ്. പക്ഷേ അത് ആ നോർമൽസി മാറി അത് അതിര് കടന്നു പോകുമ്പോഴാണ് അതൊരു രോഗാവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോൾ വിഷാദ രോഗം എന്ന് കണക്കാക്കപ്പെടണമെങ്കിൽ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് അനിയന്ത്രിതമായ ഒരു സങ്കടം, അതായത് എത്ര നിയന്ത്രിച്ചിട്ടും കുറയാത്ത രീതിയിലെ സങ്കടം, അത് 2 ആഴ്ചയ്ക്ക് മേലെ ഉണ്ടാകുക. അതുമാത്രമല്ല, അതോടനുബന്ധിച്ച് അകാരണമായ ക്ഷീണം, തളർച്ച, ഒന്നും ചെയ്യാനായിട്ട് ഉന്മേഷമില്ലാതിരിക്കുക, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ഇരിക്കുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിക്കാണെങ്കിൽ അതിനോട് താല്പര്യമില്ലാതെ വരിക, ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ജോലിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുക, അങ്ങനെ താല്പര്യം കുറയുക. പിന്നെ സന്തോഷം ഉളവാക്കുന്ന സിറ്റുവേഷൻസ്, ഉദാഹരണത്തിന് ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദർ, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ട് ആസ്വദിക്കുന്നത്, അങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു കഴിവില്ലാതെ വരിക, അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റാതെ വരിക. ഇത് മാത്രമല്ല, മറ്റു കുറേ ലക്ഷണങ്ങളുണ്ട്. സ്വയമായിട്ടൊരു മൂല്യമില്ലാതെയാകുക, എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എന്നെക്കൊണ്ടൊരു പ്രയോജനവുമില്ല, ഞാൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയാണ്, ഇങ്ങനെ ജീവിച്ചിട്ട് അർത്ഥമില്ല, ആ ചിന്ത കൂടിയിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങേയറ്റം പോയി കഴിയുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അല്ലേ? അത് തന്നെ. ഡോക്ടർ, നമ്മുടെ ഒരു കോളിന് ശേഷം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്റെ പേര് മാത്യൂസ്. ഞാൻ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിക്കാമോ? പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്കിപ്പോ 67 വയസ്സുണ്ട്. കുറെ നാളായിട്ട് എനിക്ക് ഡിപ്രഷന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിന് മെഡിസിൻസ് ഒക്കെ എടുത്തതാണ്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഏത് സമയത്തും എനിക്ക് കിടക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. I mean, it is completely inactivity. I don't want to do anything. Always I want to lie down. That is my problem. അപ്പൊ അതിന് എന്താണ് പ്രതിവിധി ചെയ്യേണ്ടതെന്ന് ഡോക്ടർ ഒന്ന് നിർദ്ദേശിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, മരുന്ന് കൃത്യമായിട്ട് മുടങ്ങാണ്ട് കഴിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഉറക്കത്തിനുള്ള മരുന്ന് മാത്രമേ കഴിക്കുന്നുള്ളൂ. ലോനാസർ 0.5 മാത്രമേ ഇപ്പൊ ഞാൻ കഴിക്കുന്നുള്ളൂ. അത് മാത്രം പോരാ, അതിനോട് കൂടി നേരത്തെ സ്റ്റാലോപാം പ്ലസ് 1/4 ടാബ്ലറ്റ് രാത്രിയിൽ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ ഐ ഡോണ്ട് ഫീൽ ഫ്രഷ്. ഐ ആം കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. I am tired. I don't want to do anything. Always I want to lie down. That is my problem. ഇത് വിഷാദ രോഗത്തിന്റെ ലക്ഷണം തന്നെയാണ്. അപ്പോൾ ഈ ക്ലോണാസിപ്പ് മാത്രം പോരാ, അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ആൻറ്റി ഡിപ്രസൻറ്റ് കഴിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചെങ്കിൽ ഈ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒരു വിടുതൽ കിട്ടത്തുള്ളൂ. താങ്കൾ കഴിക്കുന്ന മരുന്ന് ഉറക്കം കുറയാനും അത്യാവശ്യം ആങ്സൈറ്റി കുറയാനും മാത്രമേ അതുകൊണ്ട് ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഓക്കെ,
ഡോക്ടർ, ഇപ്പം ഡിപ്രഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു മധ്യവയസ്കരായവരിൽ അല്ലെങ്കിൽ പ്രായമുള്ളവരിൽ ഇവരെ കുറിച്ചൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് തിരിച്ചറിയാം? തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിലും ഡിപ്രഷൻ കാണാറുണ്ട്. കുഞ്ഞുങ്ങൾ പക്ഷേ പ്രസൻറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും, വിചിത്രമായിട്ടുള്ള രീതിയിലായിരിക്കും കുഞ്ഞുങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അവർക്ക് കുഞ്ഞു മനസ്സുകൾക്ക് അവർക്ക് എനിക്ക് സങ്കടമുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വേർബലൈസ് ചെയ്ത് തുറന്ന് പറയാനായിട്ടുള്ള ഒരു കഴിവില്ലായ്മ കുഞ്ഞുങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരത് പ്രതികരിക്കുന്നത് വേറെ രീതിയിലാണ്. ഉദാഹരണത്തിന് സ്കൂളിൽ പോകുന്ന കുഞ്ഞാണെങ്കിൽ സ്കൂളിൽ പോകാൻ മടി കാണിക്കും, പെട്ടെന്ന് പൊടുന്നേനെ പഠനത്തിൽ പുറകോട്ടാകും, ദേഷ്യ സ്വഭാവം കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ADHDക്കൊക്കെ കണ്ടുവരുന്ന പിരിപിരിപ്പ് സ്വഭാവമൊക്കെ അതുവരെ കുഴപ്പമൊന്നുമില്ലാതിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ശാഠ്യം കാണിക്കുക, അല്ലെങ്കിൽ ഇരിക്കപ്പുറതിയില്ലായ്മ പോലെ കാണിക്കുക, അമ്മയോട് എപ്പോഴും ക്ലിങ് ചെയ്യുന്ന ഒരു സ്വഭാവം കാണിക്കുക, ഈ മൂത്രം ഒഴിക്കുന്ന സ്വഭാവം, ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാത്ത സ്വഭാവമുള്ള കുഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് മൂത്രം ഒഴിക്കുന്ന, രാത്രിയിൽ ഒഴിക്കുന്ന ഒരു സ്വഭാവം കണ്ടുവരിക, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ ഉണ്ടോ എന്ന് ഒരു ഡോക്ടറെ കാണിച്ച് അത് സ്ഥിരീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ഡോക്ടർ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാനൊന്നുമില്ല. അവർക്ക് അത്യാവശ്യം സ്കൂളിൽ പോയി പഠിക്കാനുള്ളത് പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം, വേറെ ടെൻഷൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമായിരിക്കും ഇവർക്കെന്ന് നമ്മൾ ചിന്തിക്കാത്തത്. കുട്ടികളെ വിഷാദ രോഗത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ജനിതക റീസൺസ്, ജനറ്റിക് റീസൺസ് കാരണം. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്ക് വരാനുള്ള ഒരു സാധ്യത 20% ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെന്തെങ്കിലും ക്ഷതമേൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ജനന സമയത്ത് എന്തെങ്കിലും പോരായ്കൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇപ്പം അമ്മയുമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ, ഇത് കുഞ്ഞിൻ്റെ ലോകമെന്ന് പറഞ്ഞാൽ അമ്മയാണ്, അപ്പോൾ അമ്മയുമായിട്ടൊരു സെപ്പറേറ്റ് ചെയ്ത് മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഡിപ്രഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി സ്കൂളിലെ പ്രശ്നങ്ങൾ, പിന്നെ കുടുംബത്തിലുള്ള അന്തരീക്ഷത്തിൻ്റെ പ്രശ്നം. ഉദാഹരണത്തിന് ഇപ്പം കുഞ്ഞിൻ്റെ പിതാവ് മദ്യപാനിയാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു വഴക്ക്, ആ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലൈംഗികാതിക്രമം. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യാണ്, അതിനുശേഷം തുടരാം. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ മാം. പറഞ്ഞോളൂ മാം. നന്ദകുമാർ ഫ്രം ചെന്നൈ. എന്താണ് സംശയം? ചോദിച്ചോളൂ. ഞാൻ നന്ദകുമാർ. ഇവിടെ കേൾക്കുന്നുണ്ട്, ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. ഇല്ല മാഡം, അതുകൊണ്ടല്ല, വൈഫ് ദിവസവും. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ദിവസവും ഡിപ്രസ്ഡ് ആയിരിക്കും. എന്താണ് കാര്യമെന്ന് അറിയില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. വെറുതെ വന്നിരിക്കുക, കുറച്ചു നേരം TV കാണുക, അല്ലെങ്കിൽ കുറച്ചു നേരം ബുക്സ് വായിക്കുക, അത്രയല്ലാതെ എന്തോ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചോദിച്ചാലും ഒന്നും പറയുന്നില്ല. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വമൊക്കെ നോക്കാറുണ്ടോ? അതെല്ലാം ക്ലിയർ ആയിരിക്കും, ചെയ്യുന്നുണ്ട്. വൈഫിനെ ഒന്ന് അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു നോക്കുക കേട്ടോ. എന്താണെന്നുള്ളത് ഇപ്പം ആളിനെ കാണാതെ എനിക്ക് പറയാനായിട്ട് ഉള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അവരുടെ പ്രശ്നമെന്ന് അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു നോക്കൂ. ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. പാർട്ട്ണറിൽ ഒരാൾ, ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ, രാവിലെ മുതൽ ഇങ്ങനെ വല്ലാത്ത സങ്കടം, ഇല്ലാത്ത കുറേ കാരണങ്ങൾ ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുക. പക്ഷെ പലപ്പോഴും നമുക്ക് അടുത്ത ആൾക്ക് ഇത് കേൾക്കാനോ കൂടുതൽ ഇത് ക്ഷമിച്ച് ശ്രദ്ധയോടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചറിയാനോ കഴിയാറില്ല. അപ്പോൾ നമ്മൾ വിഷാദ രോഗമുണ്ടെന്ന് തിരിച്ചറിയുകയോ എന്തെങ്കിലും ഒരു സംശയം ഇതുപോലെ തോന്നിയാലോ കൂടെയുള്ളവർ, പ്രത്യേകിച്ച് പാർട്ട്ണർ, എന്ത് ചെയ്യണം? ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറവായിട്ട് കാണുന്നത് പരസ്പരമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ്. അത് കാരണം നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷനിലേക്കൊക്കെ പോകും. കാരണം തുറന്ന് സംസാരിക്കാനായിട്ട് ആരുമില്ല. അത് കാരണം ഫ്രണ്ട്സ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും ഈ നെറ്റ്വർക്കിങ്ങിലുള്ള ഫ്രണ്ട്സ് മാത്രമായിരിക്കും. അവരോട് ഒരു പരിധിയുണ്ട് നമുക്ക് ഉള്ളു തുറന്ന് സംസാരിക്കുന്നതിന്. അപ്പം അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ, തുറന്നു പറയാൻ ആരുമില്ല, ആ ഒരു അവസ്ഥ വരുമ്പോൾ ഡിപ്രഷൻ സാധാരണമാണ്. അപ്പം അങ്ങനെ ഉള്ള അവസരങ്ങളിൽ ജീവിത പങ്കാളി തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ
തുടങ്ങണം. അതായത് നമ്മൾ പാർട്ട്ണറുമായിട്ട് ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യമല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭാഷണം അത് തുടങ്ങേണ്ടതൊരു ആവശ്യമാണ്. അപ്പം അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പോരായ്ക ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മനോരോഗ വിദഗ്ധനെ കാണിച്ച് ഇവാലുവേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, നമസ്കാരം, സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക, സങ്കടപ്പെട്ട് എപ്പോഴും സങ്കടമാണ്. അപ്പൊ ഇതുവരെ ഡിപ്രഷനുള്ള ഗുളിക അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല, ഡോക്ടറെ കണ്ടിട്ടില്ല. ഇത് ഒരു പ്രാരംഭ ലക്ഷണമാണോ? ഡിപ്രഷൻ്റെ ലക്ഷണമാകാം. അങ്ങനെ എപ്പോഴും സങ്കടം ഉണ്ടെന്നെങ്കിൽ ഞാൻ മുന്നേ സൂചിപ്പിച്ച മാതിരി ഇപ്പോൾ 2 ആഴ്ചയും മേലെ മിക്കവാറും എല്ലാ സമയവും തന്നെ സങ്കടമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വിശദ പരിശോധന ആവശ്യമാണ്. സങ്കടത്തിൻ്റെ കൂടെ അമ്മയ്ക്ക് ക്ഷീണം അല്ലെങ്കിൽ താല്പര്യക്കുറവ്, ഉന്മേഷക്കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ട്. ഉറക്കം എങ്ങനെയുണ്ട് അമ്മയുടെ? ഉറക്കമൊക്കെ ഉണ്ട്. വിശപ്പ്? ഒരു കുഴപ്പമില്ല. കൊളസ്ട്രോൾ ഇങ്ങനത്തെയൊക്കെ കൂടുതലുള്ളത് കാരണം വളരെ ഭക്ഷണമൊക്കെ ലിമിറ്റ് ആയിട്ടൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു മെന്റലി ഒരു പ്രോബ്ലം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പം അത് ഇതിന്റെ ലക്ഷണമാണോ? അതെ, സങ്കടം വിട്ടുമാറാത്ത സങ്കടം അടുപ്പിച്ചൊരു 2 ആഴ്ചയ്ക്ക് മേലെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഉന്മേഷക്കുറവും താല്പര്യക്കുറവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലക്ഷണമാകാം, വിഷാദരോഗത്തിൻ്റെ ലക്ഷണമാകാം. അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ഹാരിസാണ്, അൽക്കുംബ്ര ജിദ്ദേന്ന് വിളിക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ജിദ്ദേന്ന് വിളിക്കുന്നത്, ഹാരിസാണ് പേര്. പിന്നെ ഇത് പിന്നെ ഹലോ, ചോദിച്ചോളൂ, എന്താണ് സംശയം? കുറച്ച് ദിവസമായിട്ട് നല്ല ശബ്ദത്തിൽ ചോദിച്ചോളൂ കേട്ടോ, നല്ല ശബ്ദത്തിൽ ചോദിച്ചോളൂ. കട്ടായ കോളിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഡോക്ടർ, നമ്മൾ കുട്ടികളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ സാധാരണ ലക്ഷണങ്ങൾ കൊണ്ടൊന്നും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നില്ല. എന്തെല്ലാം ലക്ഷണങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നുണ്ട്, എന്തെല്ലാം തരത്തിലാണ് ഇവരെ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ എന്നുള്ളത്? കുഞ്ഞുങ്ങൾ, ഞാനീ പറഞ്ഞതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യാനായിട്ട്, അതായത് അവർ ശാരീരിക ലക്ഷണങ്ങളായിട്ട് ഡിപ്രഷനെ പ്രസൻറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ തലവേദന, വയറുവേദന, കാലുവേദന. ഇപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുമ്പോൾ എല്ലാ പരിശോധനകളും നോർമലായിരിക്കും. എങ്കിലും അവരുടെ ചുമ കുറയുവോ ശ്വാസം മുട്ട് കുറയുവോ ഈ വയറുവേദന കുറയുവോ ഒന്നും ചെയ്യത്തില്ല. അപ്പോഴാണ് നമ്മളതിൻ്റെ ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു ഭാഗമാണോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് ബാക്കി ഡോക്ടേഴ്സ് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോർമലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, എങ്കിലും ശാരീരിക ലക്ഷണങ്ങൾ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഡിപ്രഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടർ. ഹലോ, ഇത് കുത്താമ്പള്ളിയിൽ നിന്നാണ്, നാഗരാജൻ വിളിക്കണേ. ഡോക്ടർ, എനിക്ക് കുറെ വർഷങ്ങളായിട്ട് ഈ എന്താ പറയാ, ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും എന്നെ കുറിച്ച് കുറ്റം പറയേ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇത് രാത്രി ഇത് കൊണ്ട് മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാലത്ത് ചില സമയത്ത് 1 മണിയായാലും 2 മണിയായാലും ചിലപ്പോൾ ഉറക്കം വരാതെ വരിക, ചിലപ്പോൾ ഫീലിംഗ് പറഞ്ഞാൽ നല്ല ഭയങ്കരമായിട്ട് ഫീൽ ആവുക ചില കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ അങ്ങനെ ആ സമയത്ത് ആകുമ്പോൾ ഡിപ്രഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഡോക്ടർ? അത് ഡിപ്രഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചില ലക്ഷണങ്ങളൂടെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ക്ഷീണം, അമിതമായ ക്ഷീണം, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവ്, ഉന്മേഷക്കുറവ്, ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലായ്മ, ജീവിക്കേണ്ടെന്നുള്ള തോന്നൽ വരിക, ശ്രദ്ധക്കുറവ്, ഏകാഗ്രതക്കുറവ്, ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ താങ്കൾക്ക്? ചിലപ്പോൾ ഈ രക്തക്കുറവ് പറഞ്ഞ പോലെ എനിക്ക് 0.11 ഉള്ളൂ ഹീമോഗ്ലോബിന്റെ അളവ്. അല്ല, രക്തക്കുറവല്ല, ഏകാഗ്രതക്കുറവ്, കോൺസെൻട്രേഷൻ കുറവ്. കോൺസെൻട്രേഷൻ കുറവ്, ചെറുതായിട്ടൊരു കോൺസെൻട്രേഷൻ കുറവുണ്ട്. എന്തെങ്കിലും പറയുന്നത് എനിക്ക് ഞാനതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് അത് പറ്റുമോ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റാതാകുമോ ഉള്ളൊരു ഒരു പ്രശ്നം എനിക്കുണ്ട്. ആ സമയത്ത് അങ്ങനെ വരുമ്പോൾ ഞാനത് ആ സംഭവം ഒഴിവാക്കി മാറി തോന്നി ചെയ്യേണ്ടത്. ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി 3 പ്രധാന കാര്യങ്ങൾ
എപ്പോഴും ഉള്ള ഒരു സങ്കടം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോൾ നമുക്ക് ഫീലിങ്സ് വരുന്നത് ഒരു ഡിപ്രഷനായിട്ട് അത് തന്നെ. ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ മോശമായിട്ട് പറയുമ്പോഴോ മാത്രം ഉണ്ടാകുന്ന ഒരു സങ്കടം ഡിപ്രഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അത് മിക്കവാറും നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരിക്കാനാണ് സാധ്യത. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അങ്ങേർക്ക് 57 വയസ്സായിട്ടുണ്ട്. ബാങ്കിൽ ജോലി ചെയ്യുന്നു. അങ്ങേരെ പൊതുവെ പ്രകൃതം ഭയങ്കര മുൻകോപാണ്. കുട്ടികളെ പോലെയാണ്. ഒരു ചെറിയ കാര്യം അമ്മയ്ക്കും പണക്കുക അല്ലെങ്കിൽ എനിക്ക് എന്നെ ഒഴിവാക്കി അങ്ങനെയുള്ള ഒരു സംസാരം പ്രകൃതം. നമ്മൾ തമാശയ്ക്ക് പോലും പറയുന്ന കാര്യം പിന്നീട് മനസ്സിലെടുത്ത് വെച്ച് സംസാരിക്കുക. പിന്നെ ചില സമയത്ത് ആരോട്ട് മിണ്ടാതിരിക്കും. ആരോടും മിണ്ടില്ല, ഒന്നിനും താല്പര്യമില്ല, വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോവും ചെയ്യും, ഫോൺ വന്നാൽ സംസാരിക്കില്ല. അങ്ങനെ കുറെ നാളും മിണ്ടാതിരിക്കും. ഓവർ കോൺഫിഡൻസ് എല്ലാ കാര്യത്തിലും, എല്ലാത്തിലും ഓവർ കോൺഫിഡൻസ്. ഞങ്ങളെയും മയഞ്ഞി മക്കളെയും ഒക്കെ ഇങ്ങനെ അത് ചെയ്യും, ഞാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്. അപ്പൊ ഞങ്ങളൊരു തൃപ്തിയില്ല അവസ്ഥ പോലെ ഒന്നിലും. അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഉറക്കക്കുറവ് പറയാണെങ്കിൽ 2:30-3 മണിയാകുമ്പോഴേക്കും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങുമ്പോ നമ്മളോട് ഒരു കുശുമ്പ് പോലെ പറയുന്നതാണ്. നിങ്ങൾക്ക് ഉറങ്ങുമ്പോ എനിക്ക് ഒരു കുശുമ്പ് പോലെ എന്ന് പറയും. ഇപ്പൊ TV ഒക്കെ ഉള്ളതാണ്. TV ഒക്കെ വെച്ചിരുന്നു. ഒരു 5 മണിയാകുമ്പോ ഉറങ്ങും. ചില ദിവസം വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് 6 മണിക്ക് TV ഓൺ ചെയ്ത് അതിന്റെ മുന്നിൽ ഇരുന്നു അങ്ങനെ 7 മണിക്ക് ഉറങ്ങുക, അല്ലെങ്കിൽ 9 മണിക്ക് എണീക്കുക. അങ്ങനെയൊക്കെ ഒരു കൃത്യനിഷ്ഠയില്ല. ഡോക്ടർമാരെടുത്ത് ബന്ധപ്പെടുത്തി കാണാമോ എന്നുള്ളതാണ് ചോദ്യം. ദേഷ്യം ഒക്കെ വിഷാദരോഗത്തിൻ്റെ അമിതമായിട്ടുള്ള ദേഷ്യം വരും ഇല്ല എന്നല്ല. എങ്കിലും ഈ പറഞ്ഞ മാതിരിയുള്ള ഒരുപാട് ഓവർ കോൺഫിഡൻസ് ആ ഒരു ലെവലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സംസാരം എങ്ങനെയുണ്ട്, കൂടുതലാണോ കുറവാണോ? സംസാരം ഭയങ്കര മോശമായിട്ട് സംസാരിക്കും. അമിതമായിട്ട് സംസാരമുണ്ടോ? പിന്നെ അത് മാത്രല്ല എന്നെ പറ്റി നല്ലത് പറഞ്ഞാൽ അങ്ങേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ എന്നെ ഇങ്ങനെ മോശമാക്കുന്നത് സംസാരിക്കും. അങ്ങേര് പറഞ്ഞത് ശരിയെന്ന് ഏത് കാര്യത്തിൽ ആരെ കണ്ടെങ്കിലും അത് പറഞ്ഞ് സ്ഥാപിക്കും. അതൊരു കാര്യത്തിന് ഇറങ്ങിപ്പോ ഭയങ്കര ഫാസ്റ്റ് ആണ്. അതൊരു ഒരാളുടെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത കൂടി, സ്വഭാവത്തിന്റെ പ്രത്യേകതയാകാം, പേഴ്സണാലിറ്റി പാറ്റേൺ ആകാം. അത് തന്നെയല്ല ബൈപോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സ്ഥിതിയുണ്ട്. അത് ഡിപ്രഷനും മേനിയയും മാറിയും തിരിഞ്ഞും വരുന്നതാണ്. അപ്പം ഹൈപ്പോമേനിയ ഒക്കെ ഉള്ള ആ ഒരു ലക്ഷണമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഓവർ കോൺഫിഡൻസും ദേഷ്യവും ഞാനൊരു വലിയ ആളാണ് അങ്ങനത്തെ ഒരു തോന്നലും ഒക്കെ വരാം. എല്ലാ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടും വരാം. അപ്പോൾ വിശദമായിട്ട് ഒന്ന് ആളിനെ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ കൃത്യം എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് അല്ലേ? അതെ, ചോദിച്ചോളൂ. ഞാൻ ദുബൈയിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. എന്റെ വൈഫിന് ചെവിട്ടില് ഹലോ ചോദിക്കട്ടെ. എന്റെ വൈഫിന് മറ്റേ ചെവിട്ടിലിങ്ങനെ ഓരോരുത്തര് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ തോന്നുക. ചെവിട്ടിലിങ്ങനെ സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ പുള്ളി പിന്നെ അത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ അങ്ങനെ ഓരോന്ന് പറയുകയാണ്. ആ പറയുന്നതിനനുസരിച്ചിട്ട് ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദ്യം ഒന്ന് പൂർത്തിയാക്കിക്കോളൂ. എന്നിട്ട് പിന്നെ പുള്ളിയെ പിന്നെ അതന്നെ ആലോചിച്ചിട്ട് ഇരുന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വിഷമിക്കുക. ചിലവരെ പിന്നെ അവരോട് തന്നെ നേരിട്ടിട്ട് അവരെ പിന്നെ ചീത്ത പറയാ. എന്നോട് തന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ഒരു തോന്നുന്നുണ്ട്. അത് ഈ ചെവിയിൽ ആൾക്കാർ സംസാരിക്കുന്ന പോലെ തോന്നുന്നത് അതൊരു സൈക്കോട്ടിക് സിംറ്റം ആണ്. ഓഡിറ്ററി ഹാലുസിനേഷൻ എന്ന് പറയും. അപ്പോൾ സൈക്കോസിന്റെ ലക്ഷണമാണത്. അതിന് വേറെ തരം ചികിത്സയാണ് രോഗവുമായിട്ട് അത് ബന്ധം. വിഷാദരോഗം കൂടിക്കഴിഞ്ഞാൽ, അതായത് സിവിയർ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സൈക്കോട്ടിക് സിംറ്റംസ് വരാം. പക്ഷേ ഇതിപ്പം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പറയാത്ത സ്ഥിതിക്ക് സൈക്കോസിസ് വേറെ ഒരു എൻറ്റിറ്റിയാണ്, എൻറ്റയർലി ഡിഫറെന്റ് എൻറ്റിറ്റിയാണ്. പറഞ്ഞൊരു മനഃശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ മാനസിക സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണിച്ചതിന് ചികിത്സ എടുക്കേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ, നമ്മൾ വിഷാദരോഗത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ, മധ്യവയസ്കരായ സ്ത്രീകൾ, കൗമാരപ്രായക്കാരായ സ്ത്രീകൾ, ഇവർക്കൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? ലക്ഷണങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം? സ്ത്രീകൾക്ക് പല പ്രായത്തിൽ പല ഘട്ടത്തിലാണ് ഡിപ്രഷൻ വരുന്നത്. ഇപ്പോൾ ആർത്തവം തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒരു ഡിപ്രഷൻ പോലെ ഒരു സിറ്റുവേഷൻ വരാം. അത് കഴിഞ്ഞ് പ്രസവാനന്തരം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയാം. അന്ന് ആ ഒരു ഘട്ടത്തിൽ വരാം. അതുകൂടാതെ മാസമുറ നിൽക്കുന്ന സമയത്ത്,
ഒരു പോസ്റ്റ് മെനോപോസൽ ഇതായിട്ട് ഡിപ്രഷൻ വരാം. അങ്ങനെ സ്ത്രീകൾക്ക് പല ഘട്ടങ്ങളിൽ വരാം. പിന്നെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്റ്റിനെസ് സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്, അതായത് കുഞ്ഞുങ്ങൾ ജോലിക്കായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും, കല്യാണം കഴിച്ച് വീടും, അങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ആ ഒരു സമയത്ത് ആരുമില്ല ഇരിക്കുന്ന ഒരു ഘട്ടം, പങ്കാളിയെ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ഒക്കെ ഡിപ്രഷൻ വളരെ കോമൺ ആണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾക്ക് കുട്ടികളിലെ ചികിത്സകളെ കുറിച്ചിട്ടൊന്ന് ആദ്യം പറയാൻ തോന്നുന്നു അല്ലേ? ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചെറിയ തോതിലുള്ള വിഷാദരോഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സൈക്കോതെറാപ്പി നല്ല ഇഫക്റ്റീവായിട്ട്, അതായത് ഡോക്ടർ ഇങ്ങനെ കേട്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിന് പല തരത്തിൽ, ഇപ്പോൾ ബിഹേവിയറൽ തെറപ്പി ഉണ്ടെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി ഉണ്ട്, ചിന്തകളെ റീസ്ട്രക്ചർ ചെയ്ത് കൊടുക്കുന്ന തരം ടെക്നിക്സ് ഉണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഇച്ചിരൂടെ സിവിയറിറ്റി കൂടുന്നത് അനുസരിച്ചിട്ട് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ മരുന്ന് ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് മരുന്ന് കൊടുക്കാറുണ്ട്. ഇന്നത്തെ കാലത്തിൽ പാർശ്വഫലങ്ങൾ വലുതായിട്ടില്ലാത്ത നല്ല സേഫായിട്ടുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പം അത് കഴിച്ച് അത് അധികം നീണ്ട് കഴിക്കേണ്ടേയും വരത്തില്ല. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9 മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് ചികിത്സിച്ച് നിർത്താവുന്നതാണ്. റിക്കറൻ്റ് ആയിട്ട് വരുമ്പോഴാണ് കൂടുതൽ അധികം നാൾ കഴിക്കേണ്ട ആവശ്യം വരുന്നത്. പിന്നെ ചില ഘട്ടങ്ങളിൽ നമ്മൾ മരുന്നിനോടൊപ്പം തന്നെ സൈക്കോതെറപ്പി രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളും വരാറുണ്ട്. ഇത് മാത്രമല്ല, ചിലവർക്ക് ഡിപ്രഷൻ വരുന്നത് സാഹചര്യത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അത് സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ സാഹചര്യത്തിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും മറ്റ് അസ്വസ്ഥത കാരണമാണോ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻ കൂടെ ഈ മരുന്നിനോടൊപ്പം ആവശ്യമാണ്. കൃത്യമായി ചികിത്സിച്ചാൽ ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് ചികിത്സിച്ചാൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ആൾക്കാർക്ക് ഡോക്ടർ അടുത്തോട്ട് വരാനുള്ള ഒരു വിഷമം മരുന്നിനെയും കഴിച്ചാൽ എന്താണ് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിന് അഡിക്ഷൻ ആകുമോ, ഇങ്ങനത്തെ ഒരു 100 കൂട്ടം സംശയം കാരണം ഡോക്ടറോട് അടുത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല സ്റ്റിഗ്മ. ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടാൽ ഒരു മോശം കാര്യമാണ്, എന്നെ ഒരു മനോരോഗിയായിട്ട് മുദ്ര കുത്തും, അല്ലെങ്കിൽ എനിക്കൊരു മാറാത്ത ഒരു വ്യാധിയായിട്ട് മുദ്ര കുത്തപ്പെടും, അങ്ങനത്തെയൊക്കെ ഒരു ഭയം കാരണം ആൾക്കാർ ഡോക്ടറെ അടുത്തോട്ട് പോകാനായിട്ട് ഒരു മടി കാണിക്കാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് നല്ല ഡയബറ്റിസ് പോലെ തന്നെ ഒരു അസുഖമാണ്. ഇൻഫാക്ട് അത് മരുന്ന് കഴിച്ച് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ടുള്ള മരുന്നും ഈ ഒരു എറായിൽ അവൈലബിൾ ആണ്. ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.